ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഗീക്ക് ബോസിലെത്തി. അവിടെ നമ്മുടെ ആഷിക്കും സാനും ഉണ്ട്. ഇവർ രണ്ടുപേരും ട്രിവാൻഡ്രത്തെ കൺസൾട്ട് ചെയ്യുന്നത്. അവിടെ പ്രവീൺ ഉണ്ട് ഫ്രണ്ടിൽ. നമ്മുടെ ഈ ക്യാബിൻ കേട്ടോ, ഇത് നേരത്തെ വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പം നമ്മൾ ഇതെല്ലാം മാറ്റി ഇതിനകത്തായിട്ട് നല്ല കൂൾ RGB ലൈറ്റ് ഒക്കെ കത്തുന്ന ഒരു ക്യാബിനാണ്. ജോയൽ, അപ്പൊ നമ്മുടെ വീഡിയോ PC ഒക്കെ എന്താ എന്തുവരെ ബിൽഡൊക്കെ കഴിഞ്ഞു? അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് PC അപ്പൊ നേരെ ബിൽഡിന്റെ എന്തൊക്കെ എലമെന്റ്സ് ആണ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നൊക്കെ കാണാം. AMDയുടെ Ryzen 9 9900X ആണ് ഈ PC പ്യുവർലി വീഡിയോ റെൻഡറിംഗ് പ്ലസ് ഗെയിമിംഗ് ആണ് ഉപയോഗിക്കുന്നത്. MSIയുടെ B650 ഗെയിമിംഗ് പ്ലസ് വൈഫൈ ആണ്. ഡീസെന്റ് ഇനഫ് ആയിട്ടുള്ള ബോർഡാണ്. ബോർഡിൽ ഓവർകിൽ ആയിട്ടൊന്നും പോയിട്ടില്ല. ഇപ്പൊ XF870 ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ വി വെൻ വിത്ത് B650 ഗെയിമിംഗ് പ്ലസ് വൈഫൈ. കാരണം ഓവർക്ലോക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ മോസ്റ്റ് ഫീച്ചേഴ്സും ഈ ഒരു മദർ ബോർഡിൽ അവൈലബിളും ആണ്. റാമിന്റെ കേസിൽ വന്നപ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അത് നമ്മൾ വീഡിയോ എടുത്തപ്പോഴാണ് മനസ്സിലായത്. ഈ റാം ഇത് XPG ലാൻസർ ബ്ലേഡ് 16 GB 5600 MHz ആണ്. ഈ ഒരു റാമിന് ഒരു ഇഷ്യൂ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരും പൊതുവെ ശ്രദ്ധിക്കത്തില്ല. ഇവിടെ ക്ലോക്ക് ലാറ്റൻസി നോക്കുകയാണെങ്കിൽ CL46 ആണ്. 46 ഒരിക്കലും നമ്മൾ ഒരു ബഡ്ജറ്റ് റേഞ്ച് ആയിട്ടുള്ള ഒരു PCക്കൊക്കെയാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഒരു PC ബിൽഡ് അത്യാവശ്യം നല്ലൊരു റെൻഡറിംഗ് PCയോ ഗെയിമിങ്ങോ ആണ് നിങ്ങളുടെ മെയിൻ പർപ്പസ് എങ്കിൽ നിങ്ങൾ ഞാൻ ഈ റാം സ്വിച്ച് ചെയ്തിട്ട് ക്ലോക്ക് ലാറ്റൻസി CL30 ആണ് എടുത്തിരിക്കുന്നത്. ഡുവൽ സ്റ്റിക്ക്, അതും 6GB റാം, 6000 MHz, 826 രൂപ ഗ്യാപ്പ്, നിയർലി 1000-നകത്തുള്ള ഗ്യാപ്പാണ് ഈ രണ്ട് റാമും തമ്മിലുള്ളത്. പക്ഷേ ഇഫ് യു ആർ നോട്ട് അവെയർ, ഈ 1000-നല്ല നിങ്ങൾക്ക് പെർഫോമൻസിന് വലിയൊരു നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ക്ലോക്ക് ലാറ്റൻസി 36-ന് മുകളിലോട്ടുള്ളത് പ്രിഫർ ചെയ്യരുത്, എടുക്കരുത് കേട്ടോ. കൂളർ മാസ്റ്ററിന്റെ മാസ്റ്റർ ലിക്വിഡ് 360L 9900X അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കൂൾ ചെയ്യുന്നുണ്ട്. കൂളർ മാസ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൂളർ ആണെങ്കിൽ പോലും ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള തെർമൽ എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള മോഡൽ ആണെങ്കിൽ കൂളർ മാസ്റ്ററിന്റെ തന്നെ ML360 അറ്റ്മോസ് എന്ന് പറയുന്ന മോഡൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. PSU PL750D ആണ്. ഇതൊരു നമ്മുടെ ബ്രോൺ സർട്ടിഫൈഡ് ആയിട്ടുള്ള PSU ആണ്. നമുക്ക് 750 വാട്ട്സ് മോർ ദാൻ എനഫ് ആണ് കേട്ടോ. ഇതേപോലത്തെ നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് MSIയുടെ RTX 4070 Ti സൂപ്പർ സ്റ്റോക്കർ 2 എഡിഷൻ ഹാർട്ട് ഓഫ് ഷെർണോബിൽ പുതിയൊരു ഗെയിം ആണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിന്റെ കൂടെ ഒരു ഗെയിം ഫ്രീ ആയിട്ട് ഗെയിമും കൂടെ കിട്ടുന്നുണ്ട്. ആ ക്ലയന്റ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്, സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പം ക്ലയന്റിന് വേണ്ടത് 5070 ആണ്. ഓക്കെ, റിയൽ സ്റ്റോറിയാണ് കേട്ടോ. അല്ലെ, റിയൽ സ്റ്റോറി അല്ലേ? ഓക്കെ, റിയൽ NVIDIAയുടെ RTXന്റെ എല്ലാ പുതിയ 50 സീരീസിനും ഇപ്പോൾ അപ്ഡേറ്റ്സുകളൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല. ആദ്യം പറയുന്നു 65,000 രൂപ, 70,000 ആ റേഞ്ച് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കാർഡിന്റെ അപ്ഡേറ്റും എത്തിയിട്ടില്ല. കാർഡിന് കുറെ ഫ്ലോസ് ഉണ്ടെന്നാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ലാസ്റ്റ് പീസ് നമ്മുടെ കയ്യിൽ ഏക കാർഡേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഈ ലിമിറ്റഡ് എഡിഷൻ കാർഡാണ്. ഇത് 4070 Ti സൂപ്പർ എടുക്കാൻ അപ്പോൾ ക്ലയന്റ് അങ്ങനെയാണ്. പിന്നെ പുള്ളിക്കാരനും എമർജൻസി ആയിട്ട് PC വേണമായിരുന്നു അല്ലെ, അതുകൊണ്ടാണ് ഈ ഒരു കാർഡ് എടുത്തത്. അങ്ങനെ ഫോർച്ചുനേറ്റ്ലി നല്ലൊരു കാർഡ് തന്നെ പുള്ളിക്കാരന് കിട്ടി. എന്താണ് ഹിൻസെ പറയൂ? എനിക്കൊരു ടിപ്പിക്കൽ ഒരു സ്ക്വയർ ഷേപ്പ് ക്യാബിനറ്റ് വേണ്ടെന്ന് തന്നെ ഒരു താല്പര്യം. ഓക്കെ, വൈഫ് ഒരു ഗെയിമർ ആണെന്നുള്ളത്. അപ്പൊ പണ്ട് MRP സെർവറിലൊക്കെ പുള്ളിക്കാർ കളിച്ചിട്ടുണ്ടെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. ഒരു വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യമൊക്കെയാണ് ഇവരുടെ ലവ് സ്റ്റോറിയൊക്കെ. അപ്പം അത് പുള്ളിക്കാരൻ എനിക്കൊന്ന് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പുള്ളിക്കാരുടെ ചാനൽ അതൊക്കെ കാണും. 2 years 2 വർഷം കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്ത് ചെയ്യുന്ന PC ആണ്. അതുകൊണ്ട് തന്നെ ഈ PCയിൽ ഒരു ഫ്ലോ വരാൻ ഞാൻ അനുവദിക്കത്തില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഏതൊരു ആംഗിളിൽ നോക്കിയാലും നമ്മുടെ PC ബിൽഡ് ചെയ്യുമ്പോൾ ഫുള്ളി ഒക്കുപ്പൈഡ് ആയിട്ടുള്ള, അതായത് ഒരു ഗ്യാപ്പ് പോലും അതിൽ വരരുത്, അത്രയും പ്രിസൈസ് ആയിട്ടുള്ള പാർട്സുകൾ വെച്ച് വേണം നിങ്ങൾ PC ബിൽഡ് ചെയ്യാൻ. ഇതിപ്പോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഓഡ് കളേഴ്സ് ആയിട്ടോ ഒന്നുമില്ല, എല്ലാം ഈ ഒരു തീമിന് മാച്ച് ആവുന്നുണ്ട്. ഇത് തന്നെയാണ് ഒരു കസ്റ്റമൈസ്ഡ് PC ബിൽഡിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ റാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ആകപ്പാടെ ഉള്ളത് ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്തത് നോൺ RGB ആയിട്ടുള്ള റാം ആയിരുന്നു. ഇപ്പൊ അതും കൂടെ അങ്ങ് ക്ലിയർ ആയി. കേബിൾ മാനേജ്മെന്റ് ഒക്കെ പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ അജിത്തിന്റെ അസാധ്യ മാജിക് ആണ് നമ്മൾ ഈ ഒരു ക്യാബിനറ്റിൽ കാണുന്നത്. അത് വളരെ പ്രൈസ്ഫുൾ ആയിട്ട് പറയുകയാണെങ്കിൽ അജിത്ത് ഗീക്ക് ബോസ് GPTയുടെ ബാച്ച് 1 അത്രയും ടാലന്റ് ആയിട്ട് ബെസ്റ്റ് ആയിട്ട് പാസ്സായ ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ കലാവിരുതാണ് ഈ കാണുന്നത്. ക്യാബിനറ്റിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ബഡ്ജറ്റ് കുറച്ച് കുറഞ്ഞാണ്. നിങ്ങൾ അടുത്തൊരു ബിൽഡ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് വന്നിട്ട് ഒരു 7000 രൂപയുടെ ഒരു ഫാനാണ്. ഇവിടെ സൈഡിൽ സനുവിന്റെ ബാക്കിലായിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നത് അതേ ലുക്കുള്ള ആന്റി സ്പോർട്സിന്റെ സ്കൈ ഫ്ലോ ഫാൻസ് ആണ്. ഇതുവരെ നമ്മൾ ബിൽഡ് ചെയ്തതിൽ ഒരു ഫാൻ പോലും അങ്ങനെ കംപ്ലൈന്റ് അങ്ങനെ വരാത്തൊരു മോഡലും കൂടെയാണ് സ്കൈ ഫ്ലോ സീരീസ്. ഇൻഫിനിറ്റി സീരീസും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എസ്തെറ്റിക്സ് പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് റേഞ്ചിൽ അല്ലെങ്കിൽ കുറഞ്ഞൊരു എക്സ്പെൻസിൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാൻസും നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഫാനും നിങ്ങൾക്ക് ഇതിൽ കിട്ടും. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇനി
ഒരു ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു ലുക്ക് നിങ്ങൾ പ്രിഫർ ചെയ്യുള്ളൂ. തേർമൽ ടെക്കിന്റെ ടവർ 600 മാച്ച് ഗ്രീൻ എഡിഷൻ എന്നാണ്. മാച്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ സ്റ്റാർ ബക്സിൽ ചെന്നിട്ട് മോക്ക എന്നൊക്കെ പറയുന്നില്ല, അതേപോലത്തെ ഒരു ഫീൽ ചെയ്യും. ഗീക്ക് ബോസിന്റെ കളറില്ല അല്ലേടാ, ഗീക്ക് ബോസിന്റെ കളർ ഇതാണ്, പക്ഷേ ഇതല്ല, ഇത് വേറൊരു കളറാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു മിലിറ്ററി എഡിഷൻ, ഒരു കോയിൻസിഡൻസ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഈ ഗ്രാഫിക്സ് കാർഡും ഗ്രീൻ ആണ്, ഈ ഒരു ക്യാബിനറ്റും ഗ്രീൻ ആണ്. ഇത് രണ്ടും കൂടെ അട്ടേട്ടായി നമ്മൾ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പൊതുവേ കാർഡിന്റെ ഷോർട്ടേജ് വളരെ ഹ്യൂജ് ആയിട്ട് എഫക്ട് ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ സ്പെഷ്യൽ എഡിഷൻ ഈ ഒരു നമ്മുടെ ക്ലയന്റിന് വേണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നത്. SPGയുടെ X60 എന്ന് പറയുന്ന മോഡലാണ്. X60യുടെ 1TB PCI 4.0 ആണ്. ഒരു ഡീസന്റ് ആയിട്ടുള്ള SSD ആണ്, കൂടുതലൊന്നും പറയാനൊന്നുമില്ല. കാരണം അൾട്രാ ഹൈ സീരീസ് അല്ലത്, ഒരു മോഡറേറ്റ് ഉള്ള ഒരു SSD ആണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു 7400 MB/s റീഡ് റൈറ്റ് സ്പീഡ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ S70 ബ്ലേഡ് നോക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു ഡീസന്റ് ആയിട്ട് എന്നാൽ സ്റ്റിൽ പവർഫുൾ ആയിട്ടും ബഡ്ജറ്റ് കുറച്ച് കുറഞ്ഞിട്ടായാലും നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ S60 ഈസ് എ റൈറ്റ് ചോയ്സ്. 11 ഫാൻസ് ആണ് നമ്മുടെ ഈ ഫിഷ് ടാങ്ക് PCയിലുള്ളത്. റേഡിയേറ്റർ, അതായത് ഈ ഫ്രണ്ടിൽ കാണുന്ന 3 എണ്ണം. ഓക്കെ, ഈ വശത്ത് ഇൻടേക്ക് ആയിട്ട് അവിടുന്ന് ഇൻടേക്ക് ആണ് കേട്ടോ. അപ്പം ഇത് ഇൻടേക്ക് ആണെന്ന് വെച്ചാൽ അല്ല, ഇത് എക്സോസ്റ്റ് ആണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കണ്ടോ, ഇത് എക്സോസ്റ്റും ഇത് ഇൻടേക്കും ആണ്. അപ്പൊ അവിടുന്ന് എയർ, വെളിയിലുള്ള കോൾഡ് എയർ എടുത്ത് ഇൻടേക്ക് ആക്കി ഗ്രാഫിക്സ് കാർഡ് ചൂടായി കാർഡിൽ നിന്നുള്ളത് എക്സോസ്റ്റ് ആയിട്ടാണ് ഇതിൽ പോകുന്നത്. മേളിൽ 2 എക്സോസ്റ്റ് ആണ്, അതും എക്സോസ്റ്റ് ആണ്. ഓക്കെ, താഴെ ഒരു ഇൻടേക്ക്, പിന്നെ ഈ ഭാഗത്തോട്ട് ഒരു ഇൻടേക്ക്, പിന്നെ പിൻഭാഗത്ത് ഒരു ഇൻടേക്ക് ഉണ്ട്. ഓ എന്റെ അമ്മ, ഇത് എത്ര ഫാൻസ് ചെയ്ത് ഇവിടെ ഒരു ഇൻടേക്ക്. ഓ, അപ്പോൾ ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള എയർ ഫ്ലോ ആണ് ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആവശ്യത്തിനുള്ള ഇൻടേക്കും അതേപോലെ തന്നെ എക്സോസ്റ്റും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ എയർ തങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. തണുപ്പ് എപ്പോഴും താഴെ. അപ്പം ഇൻടേക്ക് എല്ലാം താഴെയും ഈ സൈഡിലും വെച്ചിട്ട് എക്സോസ്റ്റ് മുകളിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ഒരു PC കൂളായിട്ട് ചില്ലായിട്ടിരിക്കും, അതിനൊരു ഡൗട്ടും ഇല്ല. പിന്നെ ക്യാബിനറ്റ് ഒക്കെ ഇതുപോലത്തെ ഒരു ക്യാബിനറ്റ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ ഡസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചേട്ടാ? അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതെല്ലാം മെഷ് ഉണ്ട് ഇതിനകത്ത് തന്നെ. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഡസ്റ്റ് ആവുന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. തെർമൽ ടെക്കിന്റെ ഈ ഒരു മോഡൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. ഇതുവരെ നിങ്ങൾ ചെയ്ത ബിൽഡുകളിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടും നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു എസ്തെറ്റിക്സും ഈ ഒരു ക്യാബിനറ്റിനുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഫ്രെയിം കാണുന്നത് പോലെ തന്നെ ആ ഒരു മോണിറ്ററിന്റെ അടുത്ത് ഈ ഒരു PC വരുമ്പോൾ അതിന്റെ ഒരു ഐക്കോണിക് പ്രസൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സിനബെഞ്ചും പാസ് മാർക്കിനും വേണ്ടി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് PCയുടെ ടെമ്പറേച്ചർ. തെർമൽസ് എല്ലാം ഓക്കെയാണ്, 70 ഡിഗ്രി വരെ മാക്സിമം പോയിട്ടുള്ളൂ. ഫുൾ ലോഡിൽ 100% ലോഡിൽ 70 ഡിഗ്രിയാണ് വരുന്നത്. നോട്ട് ബാഡ്. കൂളർ മാസ്റ്ററിന് നിങ്ങൾ ആലോചിക്കണം, ഇതൊരു അറ്റ്മോസോ അല്ലെങ്കിൽ അൾട്രാ ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു കൂളറൊന്നും അല്ല, ML 360 ആണ്. അതിൽ ഇത് പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി അറ്റ്മോസിനെ പറ്റി അപ്പം ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അറ്റ്മോസിന്റെ ക്വാളിറ്റി വൈസ് ഏറ്റവും ബെസ്റ്റ് കൂളേഴ്സ് കൂളർ മാസ്റ്ററിന്റെ തന്നെയാണ്, അല്ലേ റോഷ? അതെ. ഇതേപോലത്തെ PC ബിൽഡ് ഞാൻ ഇനി എവിടെ നിന്ന് ബിൽഡ് ചെയ്യണം എന്ന് എന്റെ കമന്റിൽ ഒന്ന് ചോദിക്കരുത്. യു നോ വെയർ ടു ഗെറ്റ് ഇറ്റ് ഗൈസ്. അപ്പോൾ നമ്മുടെ PC ഇവിടെ എല്ലാം റെഡിയാണ്, ഷൂട്ട് എല്ലാം കംപ്ലീറ്റ് ആയി. ഹെയിം സ്റ്റാൻലിയും ലക്ഷ്മി കൃഷ്ണ, അപ്പൊ ഇവർ രണ്ടുപേരാണ് ഈ ഒരു PCയുടെ ഓണേഴ്സ്. അപ്പൊ ലക്ഷ്മി MRP സെർവറിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഗെയിമിംഗ് ജേർണിയിൽ എൻട്രി വന്നത് നിൽക്കുന്ന ആള് കാരണം തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോ 3-4 വർഷമായി. ഓക്കെ, യൂട്യൂബ് ചാനലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തായിരുന്നു പേരെന്തായിരുന്നു ചാനലിന്റെ? ഗെയിമിംഗ് മൈസ്. അപ്പം നിങ്ങൾ ഡു ചെക്ക് ദാറ്റ് ഔട്ട്. ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങളുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ്. ഗ്രേറ്റ്. ലൈക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ആയിരുന്നു. അത്രയും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതിൽ ഇപ്പൊ അത് സ്യൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ഓപ്ഷൻ ഗീക്ക് ബോസ് തരുന്നുണ്ട്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ്. രണ്ടുപേരും രാവിലെ വന്ന് നമ്മുടെ സ്റ്റാർക്സിന്ന് ജസ്റ്റ് കോഫിയും ടീ ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ട് ലക്ഷ്മി? ഫുള്ളി സാറ്റിസ്ഫൈഡ്. നല്ല ഹെൽപ്ഫുൾ, നല്ല സർവീസ്, നല്ല. അപ്പൊ ഗൈസ്, ഇതേപോലത്തെ PC ബിൽഡ് ചെയ്യാനായിട്ട് ഡു ചെക്ക് അവർ Instagram ടു. റീൽസും ഫോട്ടോസ് ഒക്കെ നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ബൈ പറയൂ. തരാം.